ലോക കോടീശ്വരനായ ബിൽഗേറ്റ്സ് പറയുന്നു, ക്ലാസ് പരീക്ഷയിൽ ഒന്നാമനാകുന്നവൻ പലപ്പോഴും ജീവിത പരീക്ഷയിൽ ഒന്നാമനാകുന്നില്ല. എന്തുകൊണ്ട് എന്ന് ചിന്തിക്കേണ്ട സമയം നമുക്കും അതിക്രമിച്ചിരിക്കുന്നു. ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിടെക് പഠിച്ചു, പക്ഷെ പാസ്സായില്ല. പാസ്സാകാത്തത് കൊണ്ട് എൻ്റെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ +2 മാത്രം. പല വിഷയങ്ങളും ബിടെക്കിന് കിട്ടിയതും ഇല്ല. അദ്ദേഹം പറയുന്നു, ഐ ഫെയിൽഡ് ഇൻ സം സബ്ജക്ട്സ് ബട്ട് മൈ ഫ്രണ്ട്സ് പാസ്ഡ് ഇൻ ആൾ സബ്ജക്ട്സ്. He is an engineer in Microsoft, and I am the owner of Microsoft. ലോകത്ത് ലക്ഷക്കണക്കിന് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയായ മൈക്രോസോഫ്റ്റിൻ്റെ ഓണറാകുവാൻ എനിക്ക് കഴിഞ്ഞു. ഐ ഫെയിൽഡ് ഇൻ സം സബ്ജക്ട്സ്. ഞാൻ കുറേ വിഷയങ്ങൾക്ക് തോറ്റുപോയി, പല വിഷയങ്ങൾക്കും തോറ്റുപോയി. എന്നാൽ മൈ ഫ്രണ്ട്സ് പാസ്ഡ് ഇൻ ആൾ സബ്ജക്ട്സ്. എൻ്റെ കൂട്ടുകാരെല്ലാം, സുഹൃത്തുക്കളെല്ലാം എല്ലാ വിഷയങ്ങൾക്കും പാസ്സായി ബിടെക് കിട്ടുകയും ചെയ്തു. ഹീസ് ആൻ എൻജിനീയേഴ്സ് ഇൻ മൈക്രോസോഫ്റ്റ്. അവരെല്ലാം മൈക്രോസോഫ്റ്റ് എന്ന വലിയ കമ്പനിയുടെ എൻജിനീയേഴ്സ്. ആൻഡ് ഐ ആം ദി ഓണർ ഓഫ് മൈക്രോസോഫ്റ്റ്. അവിടെയാണ് കാര്യം. അതിൻ്റെ ഓണറാണ് ഞാൻ. മൈക്രോസോഫ്റ്റിൻ്റെ ഓണറാണ് ഞാൻ. എനിക്കിതേ പറയുവാനുള്ളൂ. SLC ഫുൾ A+ കിട്ടുന്നതും ഫുൾ മാർക്ക് കിട്ടുന്നതും ഒക്കെ ഏറെക്കുറെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതോടൊപ്പം അക്കാഡമിക മികവിനോടൊപ്പം തൊഴിൽ പരീക്ഷയ്ക്കും ജീവിത വിജയത്തിനും നമ്മൾ മുൻഗണന കൊടുത്ത് മുന്നേറിയാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. കുഞ്ഞുങ്ങളുടെ യുവതിവാക്കളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി അക്കാഡമിക് ക്വാളിഫിക്കേഷനോടൊപ്പം തന്നെ അക്കാഡമികവിനോടൊപ്പം തന്നെ അവരുടെ തൊഴിൽ മികവും കണ്ടെത്തി ജീവിത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ അവരേറെക്കുറെ സഹായിക്കുവാൻ നമ്മൾ രക്ഷകർത്താക്കളും അധ്യാപകരും ഈ സമൂഹവും തയ്യാറാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.